أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأما ثمود فهديناهم فاستحبوا العمى على الهدى فأخذتهم صاعقة العذاب الهون بما كانوا يكسبون ونجينا الذين آمنوا وكانوا يتقون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1661 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 41 അധ്യായമായ സൂറത്ത് ഫുസ്സിലത്തിലെ 17-18 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമ്മാ സമൂദ് ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ فأخذتهم صاعقة العذاب الهون بما كانوا يكسبون ونجينا الذين آمنوا وكانوا يتقون. صدق الله العلي العظيم. സൂറത്ത് ഫുസ്സിലത്തിലെ 17-18 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ഇന്നലെ നമ്മൾ പാരായണം ചെയ്ത് വിശദമാക്കിയ ആയത്തുകളുടെ തുടർച്ചയായി സമൂദ് സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പരിണിതി എന്തായിരുന്നു എന്നത് വ്യക്തമാക്കുന്ന 2 ആയത്തുകളാണ് ഈ 17-ാമത്തെയും 18-ാമത്തെയും ആയത്തുകൾ. ആദ്യ സമൂഹം ദൈവിക മാർഗദർശനം ഉൾക്കൊള്ളാനോ അതിനെ വിലമതിക്കാനോ സന്നദ്ധരാവാതിരുന്നതിനെ തുടർന്ന് അവര് വലിയ കിബ്ർ കാണിച്ചുകൊണ്ട് മൻ അശദ്ദു മിന്ന ഖുവ്വതൻ എന്ന് ചോദിക്കുന്നവരായി മാറിയ സന്ദർഭത്തില്, അതുപോലെ ദൈവിക സൂക്തങ്ങളെ നിഷേധിക്കുന്ന ഒരു നിലപാടിൽ അവര് നിരന്തരം നിലകൊള്ളുകയും ചെയ്ത ഘട്ടത്തിലാണ് വലിയ പ്രകൃതിക്ഷോഭം അവരെ പിടികൂടുന്നത്. അതിശക്തമായ കാറ്റ് നിരന്തരം 7 ദിവസങ്ങൾ ആഞ്ഞു വീശുകയും അവരോരോരുത്തരും തന്നെ വലിയ ഈത്തപ്പന മറിഞ്ഞു വീണ് കിടക്കുന്ന പോലെ മണ്ണില് വീണ് കിടക്കുകയും എല്ലാവരും തന്നെ മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ദൈവിക നടപടിയുടെ ഫലമായിട്ട് സംഭവിക്കുന്നത്. ഭൗതിക ലോകത്ത് അവരെ അപമാനിതരാക്കുന്ന ഒരു ശിക്ഷയാണ് അവരെ ഏറ്റുവാങ്ങിയത്. എന്തിനും കരുത്തുള്ള മറ്റാരേക്കാളും ശക്തരായ ആളുകളെന്ന് സ്വയം കരുതി നിഗളിച്ച് കിബറ് കാണിച്ച് നടന്നിരുന്ന ആളുകൾ അള്ളാഹുവിന്റെ ആ നടപടി ഉണ്ടായപ്പോ അതിനെ നേരിടാനോ സ്വയം പ്രതിരോധിക്കാനോ ഒന്നും കഴിയാതെ അവര് നിലംപരിശാവുകയായിരുന്നു എന്നതാണ് വസ്തുത. എന്നാൽ ആദ്യ സമൂഹത്തിന്റെ മേലുള്ള നടപടി അതിൽ അവസാനിക്കുന്നില്ല, അതിൽ പരിമിതപ്പെടുന്നില്ല. പാരത്രിക ലോകത്ത് ഇതിനേക്കാൾ അപമാനകരമായ, ഇതിനേക്കാൾ അവരെ പരിഹസിക്കുന്ന വിധത്തിലുള്ള ശിക്ഷയാണ് അവര് ഏറ്റുവാങ്ങാൻ പോകുന്നത്. അവർക്ക് സഹായികളായിട്ട് ഒരാളും തന്നെ ആ സന്ദർഭത്തിൽ ഉണ്ടാവുകയുമില്ല എന്നും അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് സമൂദ് സമൂഹത്തിന്റെ കാര്യം അള്ളാഹുവിടെ പറയുന്നത്. നേരത്തെ ഈ 2 സമൂഹങ്ങളെയും ഏതാനും ആയത്തുകൾക്ക് മുകളില് പരാമർശിക്കുകയുണ്ടായി. മക്കയിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിഷേധ നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ്
ഈ കാര്യങ്ങൾ വിവരിക്കപ്പെടുന്നത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് അതിന്റെ പല ഘട്ടങ്ങളും സമയക്രമങ്ങളും ഒക്കെ അള്ളാഹു പാലിച്ചുകൊണ്ട് നിർവഹിച്ചതിനെ കുറിച്ചൊക്കെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാൻ അവ മതിയായ ദൃഷ്ടാന്തങ്ങളാണ് എന്ന വിധത്തില് വിവരിച്ചു കൊടുത്തതിന് ശേഷമാണ് മക്കയിലെ ആളുകളെ ഈ ധിക്കാര നിലപാടും നിഷേധ മനസ്ഥിതിയൊക്കെ കൊണ്ട് നടന്നതിന്റെ ഫലമായി ആദ് സമൂദ് സമൂഹങ്ങൾ ദൈവിക നടപടി ഏറ്റുവാങ്ങേണ്ടി വന്നതിനെ കുറിച്ച് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് ഈ 17-18 ആയത്തുകളിലായിട്ട് സമൂദ് സമൂഹം ഏറ്റുവാങ്ങിയ ദൈവിക നടപടി എന്തായിരുന്നു എന്നത് സംക്ഷിപ്തമായിട്ട് പരാമർശിക്കപ്പെടുകയാണ്. നമുക്ക് ആ 2 ആയത്തുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. വഅമ്മാ സമൂദു ഫഹദൈനാഹും, സമൂദിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അപ്പോ സമൂദിന്റെ കാര്യമോ അല്ലെങ്കിൽ എന്നാൽ സമൂദിന്റെ സ്ഥിതി എന്തായിരുന്നു എന്നൊക്കെയുള്ള നിലക്ക് നമുക്കിതിനെ ആശയവിവർത്തനം നൽകാവുന്നതാണ്. വഅമ്മാ സമൂദു, അപ്പോ സമൂദിന്റെ കാര്യം ഫഹദൈനാഹും, നാം അവർക്ക് ജീവിത മാർഗദർശനം നൽകിയതാണ്, അവർക്ക് നാം ഹിദായത്ത് നൽകിയതാണ്. സ്വാലിഹ് അലൈഹിസ്സലാം മുഖേന, അതുപോലെ സ്വാലിഹ് അലൈഹിസ്സലാമിനെ പിന്തുടരാൻ സന്നദ്ധരായ സുഹൃതവാന്മാരായ ആളുകളൊക്കെ മുഖേന സമൂദ് സമൂഹത്തിന് അള്ളാഹു വഴി കാണിക്കുകയുണ്ടായി. അവർക്ക് ആവശ്യമായ ജീവിത മാർഗദർശനം അള്ളാഹു നൽകുകയുണ്ടായി. ഫഹദൈനാഹു, അവർക്ക് ഹിദായത്ത് ലഭിച്ചതിനെ തുടർന്നാണ് അവർ ഈ ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. അവര് അജ്ഞതയിൽ കഴിയുന്നവരായിരുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചോ പ്രവാചകന്മാരെ കുറിച്ചോ ദൈവിക സന്ദേശത്തെ കുറിച്ചോ ഒന്നും അറിയാത്തവരായിട്ട് നിലകൊള്ളുന്ന സന്ദർഭത്തിലല്ല, മറിച്ച് വഅമ്മാ സമൂദു ഫഹദൈനാഹും, സമൂദിന്റെ സ്ഥിതിയോ അവരെ നാം മാർഗദർശനം ചെയ്യുകയുണ്ടായി, അവർക്ക് ഹിദായത്ത് നൽകുകയുണ്ടായി. എന്നാൽ ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ, അവര് അന്ധതയാണ് ഇഷ്ടപ്പെട്ടത്. ഫസ്തഹബ്ബുൽ അമ, അന്ധതയിൽ കഴിയാനാണ് അവര്, അതിലാണ് തൃപ്തി കണ്ടെത്തിയത്. ഇസ്തഹബ്ബ എന്ന് പറഞ്ഞാൽ അവര് ഹുബുള്ളവരായി, ഇഷ്ടമുള്ളവരായി എന്നാണ് അർത്ഥം. ഫസ്തഹബ്ബുൽ അമ എന്ന് പറഞ്ഞാൽ ഉമ്മിനെ, അന്ധതയെ, കാഴ്ചശേഷി ഇല്ലാത്ത അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അമ എന്ന് പറഞ്ഞാൽ, ഉമ്യ എന്ന് പറഞ്ഞാൽ കാഴ്ചശേഷി ഇല്ലാത്ത ആളാണ്. അവരിഷ്ടപ്പെട്ടത് ആ കണ്ണു കാണായികയുടെ അവസ്ഥയെയാണ്. ഇവിടെ കേവലം കണ്ണുകളുടെ ദൃശ്യ ശേഷിയെ കുറിച്ചല്ല പറയുന്നത്, കാര്യങ്ങളുടെ ഉള്ളും പുറവും മനസ്സിലാക്കാനുള്ള അകക്കാഴ്ചയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ഉൾക്കാഴ്ചയെ കുറിച്ച്. ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടവരായി സത്യമെന്ത് അസത്യമെന്ത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ആളുകളായി ജീവിക്കാനാണ് അവര് ഇഷ്ടപ്പെട്ടത്. അവരുടെ മുന്നിൽ ദൈവിക പ്രകാശം പ്രവാചകന്മാർ മുഖേന നൽകപ്പെടുകയുണ്ടായി, അവർക്ക് ഹിദായത്ത് ലഭ്യമാക്കുകയുണ്ടായി അല്ലാഹു. പക്ഷെ ആ ഹിദായത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ പ്രകാശപൂരിതമാക്കാനോ ആ പ്രകാശത്തിലൂടെ ജീവിതയാത്ര നിർവഹിക്കാനോ ഒന്നും അവര് കൂട്ടാക്കിയില്ല. മറിച്ച് അവരേത് വിധത്തിലുള്ള അന്ധകാരത്തിലാണോ കഴിഞ്ഞിരുന്നത്, ഏത് വിധത്തിലുള്ള അന്ധതയിലാണോ അവരുണ്ടായിരുന്നത്, ആ അവസ്ഥയിൽ തുടരാനാണ് അവര് ഇഷ്ടപ്പെടുകയുണ്ടായത്. ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ, സന്മാർഗത്തെക്കാൾ, സന്മാർഗലബ്ധി ഉണ്ടാകുന്നതിനേക്കാൾ അവർ ഇഷ്ടപ്പെട്ടത് ഈ അന്ധതയിൽ കഴിയാനാണ്. അന്ധതയാണ് അവർക്ക്
സന്മാർഗലബ്ധിയേക്കാൾ, ജീവിത വെളിച്ചം ലഭിച്ചുകൊണ്ട് നീങ്ങുന്നതിനേക്കാൾ അവർക്ക് തൃപ്തികരമായി തോന്നിയത് അതാണ്. സമൂദിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം വിശുദ്ധ ഖുർആൻ പരാമർശിക്കുമ്പോൾ നമ്മുടെ സമകാലികരായ പല സമൂഹങ്ങളെ കുറിച്ചും പല വിഭാഗങ്ങളെ കുറിച്ചും നമുക്ക് ഈ ഒരു പ്രസ്താവന സത്യമാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്ത് പല സമൂഹങ്ങളും അവരുടെ കൺമുന്നിലൂടെ ഹിദായത്ത്, ദൈവിക മാർഗദർശനം കടന്നുപോയാൽ പോലും അത് കാണാനോ ഉൾക്കൊള്ളാനോ സന്നദ്ധത കാണിക്കാതെ അവരുടെ അന്ധതയിൽ കഴിയാനാണ്, കണ്ണ് തുറക്കാനല്ല, കാര്യങ്ങളെ മനസ്സിലാക്കാനല്ല, ഉൾക്കാഴ്ചയോടെ എല്ലാം ദർശിക്കാനല്ല, മറിച്ച് അവര് എന്തൊരു അന്ധതയിലാണോ കഴിഞ്ഞുകൂടിയിരുന്നത് ആ അന്ധതയിൽ തന്നെ അങ്ങനെ കഴിയാനാണ് അവര് ഇഷ്ടപ്പെട്ടത്. ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ. ഹുദ വേണ്ട അവർക്ക്, സന്മാർഗം അവർക്ക് താല്പര്യമില്ല, മറിച്ച് അവര് താല്പര്യപ്പെട്ടത് ആ അന്ധതയിൽ കഴിയാനാണ്. എന്ന് പറഞ്ഞാൽ അന്ധതയല്ല നല്ലത്, സന്മാർഗമാണ് നല്ലത് എന്ന തിരിച്ചറിവ് പോലും അവര് ഉൾക്കൊണ്ടിരുന്നില്ല എന്നതാണ് കാണിക്കുന്നത്. ഒരു അഭിവാഞ്ച ഉള്ളിന്റെ ഉള്ളിൽ നിന്നുണ്ടാവണമെങ്കിൽ ഒരു തരിമ്പെങ്കിലും അവിടെ ഒരു പ്രകാശം എത്തണം. വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തു നൂറിൽ ആയത്തു നൂറിൽ നൂറുൻ അലാ നൂർ എന്നൊരു പ്രയോഗം കാണും. അവിടെ തീ സ്പർശം ഉണ്ടാവുന്നില്ലെങ്കിൽ പോലും ആ ജൈത്തൂൻ വെട്ടിത്തിളങ്ങുന്ന വിധത്തിൽ കത്തിക്കൊണ്ടിരിക്കും എന്ന് ഒരു പരാമർശം നമ്മൾ കണ്ടതാണ്. ഓരോരുത്തരുടെയും ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹു അവരുടെ ജന്മപരമായ അവസ്ഥയിൽ തന്നെ നിക്ഷേപിച്ചിട്ടുള്ള ഒരു ദൈവികമായ വെളിച്ചമുണ്ട്, ഒരു ദൈവികമായ മാർഗദർശനം. അതാണ് സത്യം ഏത് അസത്യം ഏത് എന്നത് തിരിച്ചറിയാനുള്ള ഒരു സെൻസ് ഓഫ് ഡിസ്ക്രീഷൻ. അതാണ് ഒരു പ്രവാചകന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ദൈവിക സന്ദേശം കരഗതമാവുന്ന ഘട്ടത്തിൽ തിളക്കമാർന്ന വിധത്തില് പിന്നെ കത്തിപ്പടരുന്നത്, വലിയ പ്രകാശം ചൊരിയുന്ന വിധത്തില്, അത് പ്രഭ പരത്തുന്ന വിധത്തില് കത്തുന്നത്. അങ്ങനെയാണ് ബാഹ്യമായ ഒരു ഇടപെടലാണ് ഒരു പ്രവാചകന്റെ സാന്നിധ്യത്തിലൂടെ സംഭവിക്കുന്നത്. പക്ഷെ ആ ഇടപെടലിന് ഫലം ഉണ്ടാകുന്നത് ഉള്ളില് നേരത്തെ അള്ളാഹു നിക്ഷേപിച്ച ആ വെളിച്ചത്തെ കെടുത്തിക്കളയാത്ത ആളുകളുടെ കാര്യത്തിലാണ്. അപ്പോഴാണ് നൂറുൻ അലാ നൂർ എന്നത് യാഥാർത്ഥ്യമാവുന്നത്. പ്രകാശത്തിനു മേൽ പ്രകാശം ആണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശത്തിന്റെ നാളം ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നതിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ കൂടുതൽ ഫലപ്രദമായ വിധത്തിൽ കത്താൻ സഹായകമാവുന്ന ഒരു ബാഹ്യമായ ഇടപെടലാണ് ആ പ്രവാചകന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവിക സന്ദേശം ലഭിക്കുക വഴി സംഭവിക്കുന്നത്. എന്നാൽ ഈ ആളുകളുടെ കാര്യത്തില് ദൈവികമായി നേരത്തെ തന്നെ അവരിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന പ്രകാശത്തിനെ അവർ കെടുത്തിക്കളഞ്ഞവരാണ്. അങ്ങനെയാണ് അവര് ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ എന്ന അവസ്ഥയിലെത്തുന്നത്. അല്ലെങ്കിൽ ജന്മപരമായി തന്നെ നൈസർഗികമായി തന്നെ എല്ലാവരും ഹുദയാണ് ഇഷ്ടപ്പെടുക, നന്മയാണ്, സന്മാർഗമാണ് ഇഷ്ടപ്പെടുക സ്വാഭാവികമായ പ്രകൃതത്തിൽ. എന്നാൽ അതിനെ കിബറ് കൊണ്ടും അതുപോലെയുള്ള ദൂഷ്യങ്ങൾ കൊണ്ടും വലിയ ദൂഷ്യങ്ങൾ കൊണ്ടും കെടുത്തിക്കളയുന്ന ആളുകൾക്ക് ഈ പ്രവാചകന്മാരുടെ ഇടപെടലിലൂടെയുള്ള മാർഗദർശനം ലഭ്യമാവാതെ പോവുകയാണ്. അപ്പോ സമൂദിന്റെ കാര്യത്തിൽ നാം അവർക്കായിട്ട് സന്മാർഗം നൽകുകയുണ്ടായി, സന്മാർഗം അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഫസ്തഹബ്ബുൽ അമ അലൽ ഹുദ, സന്മാർഗത്തിന്റെ മേൽ അവർക്ക് തൃപ്തിയുള്ളതായി മാറിയത് ഈ അന്ധതയാണ്. ഒന്നും അറിയാത്ത അവസ്ഥ, ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥ, ശരിയേത് തെറ്റേത്, നന്മയേത് തിന്മയേത്, സത്യമേത് അസത്യമേത് എന്നത് വേർതിരിച്ച്
മനസ്സിലാക്കാൻ കഴിയാത്ത മനസ്സിന്റെ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് അവര് തൃപ്തി ഉള്ളതായി കൊണ്ടു നടന്നത്. ഫഅഖദതുഹും സായിഖത്തുൽ അദാബിൽ ഹൂൻ. അതിന്റെ ഫലമായിട്ടാണ് അവരെ വളരെ നിന്ദ്യമായ നികൃഷ്ടമായ ഒരു ശിക്ഷ പിടികൂടുന്നത്. ഫഅഖദതുഹും, അവരെ തുടർന്ന് പിടികൂടുകയുണ്ടായി. എന്താണ് പിടികൂടിയത്? സായിഖത്തുൽ അദാബിൽ ഹൂൻ, നിന്ദ്യത വരുത്തുന്ന വിധത്തിലുള്ള സ്വായിഖത്ത്, ഒരു ദൈവിക ശിക്ഷ അവരെ പിടികൂടി. അത് അവരുടെ ഉള്ളകങ്ങളിൽ ഉണ്ടായിരുന്ന പ്രകാശത്തെ കെടുത്തിക്കളയുകയും പ്രവാചകന്മാർ മുഖേന അവർക്ക് കരഗതമായിരുന്ന പ്രകാശത്തെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തത് കാരണമായി അവർക്ക് സംഭവിച്ച ഒരു സംഗതിയാണ്, ഒരവസ്ഥയാണ്, അവർക്ക് വന്നു ചേർന്ന ഒരവസ്ഥയാണ്. അത് കാരണമായിട്ടാണ് സ്വായിഖത്തുൽ അദാബുൽ ഹൂൻ അവരെ പിടികൂടുന്നത്. ഫഅഖദതുഹും, അവരെ പിടികൂടി. സ്വായിഖത്തുൽ അദാബ് അൽ ഹൂൻ, അൽ ഹൂൻ ആയിട്ടുള്ള സ്വായിഖത്തുൽ അദാബ്. സ്വായിഖത്തുൽ അദാബ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിപത്താണ്, ഒരു പ്രകൃതിക്ഷോഭം. അത് കടുത്തൊരു ശിക്ഷയാണ് അവർക്കുള്ള. അത് അൽ ഹൂനാണ്, നിന്ദ്യത വരുത്തുന്ന വിധത്തിലുള്ളതാണ്. അവരെ വലിയ കേമന്മാരായിട്ട് കഴിഞ്ഞിരുന്ന ആളുകൾ, അങ്ങനെ അവകാശപ്പെട്ടിരുന്ന ആളുകൾ ഈ ദൈവിക നടപടിയെ തുടർന്ന് ഒന്നിനും കഴിവില്ലാത്ത ദുർബലരും അതുപോലെ അപമാനിതരും നിന്ദ്യരും നികൃഷ്ടത അനുഭവിക്കുന്നവരൊക്കെ ആയിട്ട് അവര് മാറുകയാണ്. ബിമാ കാനൂ യക്സിബൂൻ, അള്ളാഹു പറയുന്നത് ഇത് അവരുടെ കയ്യിലിരിപ്പ് കാരണമായിട്ടാണ്, അവരുടെ ചെയ്തികൾ കാരണമായിട്ടാണ്, അവർ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ഓരോ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള നിന്ദ്യതയും അപമാനവും ഒക്കെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ശിക്ഷ അവരെ പിടികൂടുകയുണ്ടായത്. ബിമാ കാനൂ യക്സിബൂൻ. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് സമൂദ് സമൂഹത്തിന് അള്ളാഹു നൽകിയ ശിക്ഷയെക്കുറിച്ച് വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ധാരാളം സൂറത്തുകളിൽ ഈ ചരിത്രം അതിന്റെ വിശദാംശങ്ങളോടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. സൂറത്തുൽ അറാഫില് 73 മുതൽ 79 വരെയുള്ള ആയത്തുകളിൽ കാണാം. സൂറത്ത് ഹൂദില് 61 മുതൽ 68 വരെയുള്ള ആയത്തുകളിൽ കാണാം. അതുപോലെ സൂറത്തുൽ ഹിജറില് 80 മുതൽ 84 വരെയുള്ള ആയത്തുകളിലും, സൂറത്തുൽ ഇസ്രായില് 55-ാമത്തെ ആയത്തില്, അതുപോലെ സൂറത്തു ശുഅറായില് 141 മുതൽ 159 വരെയുള്ള ആയത്തുകളിലും, അതുപോലെ സൂറത്തു നംലില് 45 മുതൽ 53 വരെയുള്ള ആയത്തുകളിലും വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. സാലിഹ് അലൈഹിസ്ലാമിന്റെ സമൂഹത്തില് അവരുടെ ധിക്കാര മനസ്ഥിതി കാരണമായി അവർക്കുള്ള ഒരു പരീക്ഷണമായിട്ടും അള്ളാഹുവിന്റെ ഒരു നടപടിക്രമം പൂർത്തിയാക്കുന്നതിനുള്ള ഒരു നിമിത്തമായിട്ടും അള്ളാഹു അവർക്ക് ഒരു ഒട്ടകത്തെ നിശ്ചയിച്ചു കൊടുത്ത കാര്യം വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ ഒട്ടകമാണ്, ഹാദിഹി നാഖത്തുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ അതിനെ ശല്യം ചെയ്യരുത്, അതിനു വേണ്ടി ജലപാനത്തിന് നിശ്ചയിക്കപ്പെട്ട ദിവസം നിങ്ങൾ അതിനെ ദ്രോഹിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്, അതിനെ സ്വതന്ത്രമായി ജലപാനം ചെയ്യാൻ വേണ്ടി അനുവദിക്കണം, ബാക്കി ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് ആ ജലസ്രോതസ് പ്രയോജനപ്പെടുത്താം എന്നൊക്കെയാണ്. അതിനെ നിങ്ങൾ ദ്രോഹം വരുത്തുന്ന വിധത്തില് സ്പർശിച്ചു പോകരുത് എന്നൊക്കെയുള്ള നിർദ്ദേശമാണ് അവർക്ക് നൽകപ്പെട്ടിരുന്നത്. എന്നാൽ അവരിലെ തെമ്മാടികളായ ചില ആളുകൾ സംഘം ചേർന്ന് ആ ഒട്ടകത്തിനെ കൊന്നുകളയുകയാണ്. അതിനെ തുടർന്നാണ് ഒരു താക്കീതുണ്ടാവുകയും ദൈവിക ശിക്ഷ വന്നു ചേരുകയും ചെയ്യുന്നത്. വലിയ സാങ്കേതിക വിദ്യയിലൊക്കെ വളർച്ച നേടിയിരുന്ന ആ കാലഘട്ടത്തെ അപേക്ഷിച്ച് വളരെ മുന്നിൽ നടന്നിരുന്ന ഒരു കൂട്ടരായിരുന്നു അവർ. പക്ഷെ അതിഭീകരമായ ദൈവിക നടപടി ഉണ്ടായപ്പോൾ ശക്തമായ കാറ്റും അതുപോലെ മണൽക്കാറ്റും പ്രകൃതിക്ഷോഭവും ഒക്കെ അതിശക്തമായ വിധത്തിൽ ഉണ്ടാവുകയും അവരൊക്കെ
വീണ് നിലംപരിശാവുകയും ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. അവരുടെ വാസസ്ഥലങ്ങൾ ഇന്നും വിജനമായ പുരാവസ്തു കൗതുകങ്ങൾ കാണാൻ വേണ്ടി ആളുകളോ അപൂർവമായി സന്ദർശിക്കുന്ന കേന്ദ്രങ്ങളായി നിലകൊള്ളുകയാണ്. ഇന്നും അവിടങ്ങളിലൊന്നും ജനവാസമില്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പോ ഈ വിധത്തിലുള്ള ഒരു ദൈവിക ശിക്ഷ ഈ സാലിഹ് അലൈഹിസ്സലാമിന്റെ സമൂഹമായ സമൂദിനെ പിടികൂടുകയുണ്ടായി എന്നതാണ് ഇവിടെ വളരെ സംക്ഷിപ്തമായിട്ട് സൂചിപ്പിക്കുന്നത്. അവരെ പിടികൂടിയത് അദാബുൽ ഹൂനാണ്. സായിഖത്തുൽ അദാബിൽ ഹൂൻ. അദാബുൽ ഹൂൻ എന്ന് പറഞ്ഞാൽ ഒരു നിന്ദ്യതയും അതുപോലെ അപമാനഭാരവും ഒക്കെ പെറേണ്ടി വരുന്ന ഒരു തരം ശിക്ഷയാണ്. നമ്മൾ വലിയ പ്രതാപത്തിൽ കഴിഞ്ഞിരുന്നു എന്ന ഒരു സംഗതി കൂടി ഓർക്കുമ്പോൾ ആ പ്രതാപത്തിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ് വളരെ നിന്ദ്യമായ ദൈന്യമായ അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുന്നത്. അതിനെ തുടർന്ന് അവര് ആ ദൈന്യതയിൽ തന്നെ ഒടുങ്ങിപ്പോവുകയും ചെയ്യുന്നു എന്നതാണ് ഈ സമൂഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു അവസ്ഥ. അപ്പൊ ഇതാണ് അവരെ അതിനെ തുടർന്ന് അവര് നേരിടേണ്ടി വന്നത്. അതിന്റെ കാരണമായിട്ട് അള്ളാഹുവിടെ പരാമർശിക്കുന്നത് ബിമാ കാനു യക്സിബൂൻ, അവര് ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലിരിപ്പാണ്, അവരുടെ പ്രവർത്തനങ്ങളാണ്, അവരുടെ നടപടിക്രമങ്ങളും നിലപാടുകളും ഒക്കെയാണ് അവർക്ക് അത്രയും വലിയ ദൈവിക ശിക്ഷ ആയിക്കൊണ്ടുള്ള പ്രകൃതി ദുരന്തം വന്നു ചേരുന്നതിനുണ്ടായിരുന്ന കാരണം എന്നതാണ് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. വനജൈനല്ലദീന ആമനു വകാനു യത്തഖൂൻ. പക്ഷെ ഒരു കൂട്ടരെ അള്ളാഹു അവരിൽ നിന്ന് രക്ഷപ്പെടുത്തുകയുണ്ടായി. പ്രകൃതിക്ഷോഭം അവരെ പിടികൂടിയ നേരത്ത് വനജൈന, നാം രക്ഷപ്പെടുത്തി ആരെയാണ്? അല്ലദീന ആമനു, വിശ്വാസം ഉൾക്കൊണ്ട ആളുകളെ. അതുപോലെ വകാനു യത്തഖൂൻ, തഖ്വയുടെ മാർഗം അവലംബിച്ചുകൊണ്ട് തിന്മകളിൽ നിന്നും അഹന്തയിൽ നിന്നും ധിക്കാരത്തിൽ നിന്നും ഒക്കെ മാറി നിന്ന ആളുകളെ, അവരെ നാം രക്ഷപ്പെടുത്തുകയുണ്ടായി. സാലിഹ് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തെ പിന്തുടരാൻ സന്നദ്ധരായ ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വനജൈനല്ലദീന ആമനു വകാനു യത്തഖൂൻ. വകാനു യത്തഖൂൻ എന്ന് പറഞ്ഞാൽ ഈമാൻ ഉൾക്കൊണ്ട ആളുകളും അതുപോലെ തന്നെ ഈമാനോടൊപ്പം തഖ്വയുടെ ജീവിത സരണി പിന്തുടർന്നവരും എന്ന് പറഞ്ഞാൽ നന്മയിൽ മുന്നേറാൻ സന്നദ്ധത കാണിക്കുകയും തിന്മയിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്ത ആളുകൾ. വിശ്വാസം ഉൾക്കൊള്ളുക മാത്രമല്ല അവർ ചെയ്തത്, തഖ്വയുടെ ജീവിത സരണിയിലൂടെ നന്മ ചെയ്ത് മുന്നേറാൻ സന്നദ്ധരായ ആളുകളായിരുന്നു അവർ. അങ്ങനെയുള്ള ഒരു സംഘത്തെ അള്ളാഹു ഈ സമൂദിനെ നശിപ്പിക്കുന്ന നടപടി ഉണ്ടായപ്പോ ആ നടപടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയുണ്ടായി എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു പൊതുവായിട്ട് ദൈവിക സരണിയെ കൈവെടിഞ്ഞുകൊണ്ട് ധിക്കാരത്തിന്റെ മാർഗത്തിലൂടെ നീങ്ങിയ ആളുകളുടെ ആത്യന്തികമായി അവരെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന പരിണിതിയെ കുറിച്ച് പൊതുവായിട്ട് ചില കാര്യങ്ങളാണ് പറയുന്നത്. അത് സമൂദിനെയോ ആദിനെയോ മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് അത് മറ്റൊരു വിഷയമായിട്ട് മനസ്സിലാക്കുകയും ആ നിലക്ക് വായിക്കുകയും ചെയ്യാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ ആയത്തുകളിലേക്ക് ഇപ്പോൾ കടക്കാത്തത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു ഫുസ്സിലത്തിലെ 17-18 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാന്റെ ദിനരാത്രങ്ങളിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന അമാലുകൾ ചെയ്തുകൊണ്ട് കൂടുതൽ ശ്രദ്ധ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നീങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.